ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഒരു പുതിയ പ്രഭാതം കൂടെ സർവശക്തനായിരിക്കുന്ന കർത്താവ് നൽകിയത് ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇന്നത്തെ പ്രഭാതത്തിലെ ചിന്തയ്ക്കായി ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായവും 11-ാം അധ്യായവും കൂടെ ചേർത്താണ് നമ്മൾ ഇന്ന് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായത്തിൻ്റെ അകത്ത് മുഴുവനായിട്ട് പറഞ്ഞിരിക്കുന്നത് വംശാവലിയാണ്. അതിൻ്റെ തുടക്കത്തിൽ ഇങ്ങനെ വായിക്കുന്നു: നോഹയുടെ പുത്രന്മാരായ ശേം, ഹാം, യാഫേത്ത് എന്നിവരുടെ വംശപാരമ്പര്യത്തെക്കുറിച്ചും ജലപ്രളയത്തിന് ശേഷം അവർക്ക് പുത്രന്മാർ ജനിച്ചതായിരിക്കുന്ന കാര്യത്തെക്കുറിച്ചുമാണ് ഈ ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായത്തിൻ്റെ അകത്ത് പ്രതിപാദിച്ചിരിക്കുന്നതായിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത്. ഇത് നമ്മളിൽ വായിക്കുമ്പോൾ ഈ 10-ാം അധ്യായത്തിൻ്റെ അകത്ത് തന്നെ 70 രാഷ്ട്രങ്ങളുടെ പേരുകൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതായത് ശാഫേത്തിൽ നിന്ന് വന്നതായിരിക്കുന്ന 14 രാഷ്ട്രങ്ങളും ഹാമിൽ നിന്ന് വന്നതായിരിക്കുന്ന 30 രാഷ്ട്രങ്ങളും 26 രാഷ്ട്രങ്ങൾ ശേമിൻ്റെ തലമുറയിൽ നിന്ന് വന്നതായിരിക്കുന്ന 26 രാഷ്ട്രങ്ങളുടെ പേര്, ഇങ്ങനെ എല്ലാം കൂടെ ചേർത്ത് 70 രാഷ്ട്രങ്ങളുടെ പേര് ഈ അധ്യായത്തിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതായത് 2 മുതൽ 5 വരെ വായിക്കുമ്പോൾ യാഫേത്തിൻ്റെ വംശപാരമ്പര്യവും 6 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ ഹാമിൻ്റേതും 10-ാം അധ്യായത്തിൻ്റെ 21 മുതൽ താഴേക്കുള്ളതായിരിക്കുന്ന വാക്യങ്ങൾ വായിക്കുമ്പോൾ ഷേമിൻ്റേതുമായിരിക്കുന്ന വംശപാരമ്പര്യത്തെക്കുറിച്ച് പറഞ്ഞാണ് ഈ ഭാഗം അവിടെ അവസാനിക്കുന്നത്. അതുകൊണ്ട് 10-ാം അധ്യായത്തിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു വംശാവലി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവിടെ വെളിപ്പെടുത്തിയിട്ട് 11-ാം അധ്യായത്തിലേക്ക് വന്നു കഴിയുമ്പോൾ 10-ാം അധ്യായത്തിൻ്റെ അകത്ത് നമുക്ക് നിമ്രോദ് എന്നുള്ളതായിരിക്കുന്ന ഒരു വ്യക്തിയെ വചനം അവിടെ പരിചയപ്പെടുത്തി തരുന്നുണ്ട്. നിമ്രോദിൻ്റെ കാലത്താകുന്നു ഈ സാത്താൻ്റെ അധികമായിരിക്കുന്ന വർഷിപ്പുകളും ആ ഒരു സാത്താൻ്റെ ചില എംബ്ലങ്ങളെല്ലാം വെച്ചിട്ടുള്ളതായിരിക്കുന്ന ആരാധനകളും മറ്റുള്ളതായിരിക്കുന്ന കാര്യങ്ങളെയെല്ലാം വർഷിപ്പ് ചെയ്തത് എന്ന് വേദപഠിതാക്കൾ പറയുന്നുണ്ട്. ഈ നിമ്രോദിൻ്റെ ഒരു ലീഡർഷിപ്പിൻ്റെ അകത്ത് നിന്നുകൊണ്ട് ആ ഒരു പൈശാചികമായിരിക്കുന്ന ആ ഒരു ശക്തിയെ ആവഹിച്ചിരുന്നതായിരിക്കുന്ന ഒരു മനുഷ്യനാണ് നിമ്രോദ് എന്ന് പറയപ്പെടുന്നു. ആ മനുഷ്യൻ്റെ നേതൃത്വത്തിൽ അവിടെ അവർ ഒരു ബിൽഡിങ് പണിത് ആകാശം മുട്ടെ വരത്തക്ക രീതിയിലുള്ളതായിരിക്കുന്ന ഒന്ന് പണിയുവാനായിട്ടുള്ളതായിരിക്കുന്ന തീരുമാനങ്ങൾ, ഇത് നിമ്രോദിൻ്റെ നേതൃത്വത്തിലാണെന്ന് വേദപഠിതാക്കൾ പറയുന്നതായിരിക്കുന്ന കാര്യമാണ്. വചനത്തിൽ നമുക്കങ്ങനെ ഒരു വ്യക്തമായിരിക്കുന്ന രീതിയിൽ നമുക്കത് കാണാനായിട്ട് കഴിയത്തില്ല എങ്കിലും കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ ആ വംശപാരമ്പര്യം പഠിച്ചു വരുന്നതായിരിക്കുന്ന സമയത്ത് ചില വചന തെളിവുകളും ഒക്കെ വെച്ച് വേദപഠിതാക്കൾ അവകാശപ്പെടുന്നതായിരിക്കുന്ന കാര്യമാണ്. അതിൻ്റെ വിശദീകരണത്തിലേക്ക് ഞാനിവിടെ പോകുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല എങ്കിലും നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ ഇതാണ്, അതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുവാനായിട്ട് ഞാനത് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അതിൻ്റെ തുടക്കം 11-ാം അധ്യായത്തിലേക്ക് വന്നു കഴിയുമ്പോൾ അതുവരെയും അവിടെ ഒരേ ഭാഷയായിരുന്നു നിലനിന്നിരുന്നു, ഒറ്റ ഭാഷയേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് ഈ ജനം കിഴക്ക് നിന്ന് കിഴക്കോട്ട് യാത്ര ചെയ്തു എന്നാണ് പറയുന്നതെങ്കിലും എക്സാക്ട്ലി അതിൻ്റെ ഒരു ട്രാൻസ്ലേഷൻ നോക്കുമ്പോൾ കിഴക്ക് നിന്ന് വന്നവർ എന്നുള്ളൊരു അർത്ഥത്തിലാണ് കാണുന്നത്. അവരങ്ങനെ കിഴക്ക് നിന്ന് വന്ന ഈ തലമുറകളെക്കുറിച്ചാണ് ഈ പറയുന്നത്. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ 10-ാം അധ്യായത്തിൽ പറഞ്ഞതുപോലെ നോഹയുടെ 3 തലമുറകൾ, അവർ കിഴക്ക് നിന്ന് വന്നവർ അവർ ഇങ്ങനെ പടിഞ്ഞാറോട്ട് യാത്ര ചെയ്ത് അവിടെ ഒരു മരുഭൂമിയിൽ, ഷീനാർ എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു മരുഭൂമിയിൽ ഷീനാർ എന്ന് പറയുന്ന ഒരു സമഭൂമി, മരുഭൂമിയല്ല, ഒരു സമഭൂമി അവരവിടെ കണ്ട് അവരവിടെ കൂടിയിരുന്നു എന്ന് പറയുന്നു. ആ കൂടിയിരുന്നതായിരിക്കുന്ന സമഭൂമി ടൈഗ്രിസ് യൂഫ്രട്ടീസ് നദിയുടെ തീരമാണ് എന്നാണ് അത് നമുക്ക് നന്നായിട്ടറിയാം. കാരണം ഒരു സംസ്കാരം ഉടലെടുക്കുന്നത് ഈ ടൈഗ്രിസ് യൂഫ്രട്ടീസ് നദിയുടെ തീരത്താണ്. അവരവിടെയാണ് ഒരുമിച്ച് കൂടിയിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആ താഴേക്കുള്ളതായിരിക്കുന്ന ഭാഗങ്ങളിലേക്ക് ഇനി നമ്മൾ അടുത്ത് വരുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്ന കാര്യമെന്ന് പറയുന്നത്, അവരവിടെ ഇങ്ങനെ കൂടിയിരുന്നിട്ട് അവർ തീരുമാനിക്കുകയാണ്. അവർ പറയുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും, വരുവിൻ നാം ഇഷ്ടിക അറുത്ത് ചുടുക എന്ന് പറഞ്ഞ് അങ്ങനെ ഇഷ്ടിക കല്ലായും പശമണ്ണ് കുമ്മായമായും ഉപയോഗിച്ച് അവർ ഭൂതലത്തിലൊക്കെയും ചിതറിപ്പോകാതിരിപ്പാൻ ഒരു പട്ടണവും ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരവും പണിക, നമുക്കൊരു പേരുണ്ടാക്കുക എന്ന് അവർ പറഞ്ഞു. അത് വളരെ ഇന്നത്തെ കാലത്തിൽ നമ്മൾ വളരെ ചിന്തിക്കേണ്ടതായിരിക്കുന്ന ഒരു വിഷയമാണ് നമ്മളിപ്പോൾ വായിച്ച് കേൾക്കുവാനായിട്ടിടയായിത്തീരുന്നത്. ദൈവം ആഗ്രഹിക്കുന്നത് നമ്മളെ ഒരിടത്ത് എല്ലാവരോടും കൂടിയിരിക്കുവാനായിട്ടല്ല. ഇടയനെ വെട്ടിയ ആളുകൾ ചിതറി എന്ന വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. പുതിയ നിയമത്തിലേക്ക് വന്നു കഴിയുമ്പോൾ അവിടെ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ സഭയായിട്ടാണെങ്കിലും പല ഇടങ്ങളിലേക്ക് പോയി ദൈവനാമം മഹത്വം ഉയരുവാനായിട്ടിടയായിത്തീരണം. നിങ്ങൾ ഭൂതലത്തിലൊക്കെയും നിറവിൻ
എന്നുള്ളതാകുന്നു ദൈവത്തിൻ്റെ ആദ്യകാലങ്ങളിൽ തന്നെ ദൈവം കൊടുത്തതായിരിക്കുന്ന ആ ഒരു വാഗ്ദത്തം അല്ലെങ്കിൽ കൽപ്പന. കൽപ്പനയോടുകൂടിയ നിങ്ങൾ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഈ ഭൂതലത്തിലൊക്കെയും പരക്കണം, ഭൂതലത്തിൽ നിറയണം, അവിടെയും ഇവിടെയും ഒക്കെ നമ്മൾ പോകണം, ദൈവത്തിൻ്റെ സാക്ഷികളാകണം. അതായിരുന്നു ദൈവിക പദ്ധതി. എന്നാൽ ഇവിടെ നമ്മൾ കാണുമ്പോൾ മനുഷ്യൻ്റേതായിരിക്കുന്ന ബുദ്ധിക്കനുസരിച്ച് വളരെ വലുതായിരിക്കുന്ന ചിന്തകളോടുകൂടെ ഞാൻ ആകാശം മുട്ട എത്തുന്നതായിരിക്കുന്ന ഒരു ഗോപുരം പണിത് ഒരു പേരെടുക്കുവാനായിട്ട് മനുഷ്യൻ അവിടെ ശ്രമിക്കുക. അവിടെ ഒരു മഹത്വവും ദൈവത്തിന് കൊടുക്കുവാനായിട്ടുള്ളതായിരിക്കുന്ന ഒന്നും ആ മനുഷ്യരിലില്ല. അവരുടെ ആഗ്രഹം മുഴുവനും ഒരിടത്ത് കൂടിയിരുന്ന് അവരൊരു ബിൽഡിംഗ് ഉണ്ടാക്കി, അല്ലെങ്കിൽ ഒരു സിറ്റി അവരുണ്ടാക്കി, ആ സിറ്റിക്ക് അവരുടേതായിരിക്കുന്ന രീതിയിൽ പേരുമെല്ലാം ഇട്ട് ഒരു വലിപ്പം അവിടെ കാണിക്കുക എന്നുള്ളതായിരിക്കുന്ന ഉദ്ദേശത്തോടെ മനുഷ്യർ മുന്നോട്ട് പോകുന്ന മനുഷ്യർ ഇന്നും ഉണ്ട്. നമുക്കറിയാം അവിടെ ദൈവം ഇത് കാണുവാനായിട്ട് ഇറങ്ങി വന്നു എന്ന് നമ്മൾ ആ വചനത്തിൽ വായിക്കുന്നുണ്ട്. ഈ മനുഷ്യർ പണിത പട്ടണവും ഗോപുരവും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് ദൈവം ഇറങ്ങി വരിക. അപ്പോൾ ദൈവം പറയുകയാണ് ഇവർക്ക് എല്ലാം സാധ്യമാണ്. ഇവർക്ക് യഹോവ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇതാ ജനം ഒന്ന്, അവർക്ക് എല്ലാ ഭാഷയും ഒന്ന്, ഇതും അവർ ചെയ്തു തുടങ്ങുന്നു, അവർക്ക് ചെയ്യുവാൻ നിരൂപിക്കുന്നതൊന്നും അവർക്ക് സാധ്യമല്ല. അതുകൊണ്ട് ദൈവിക പദ്ധതിക്ക് വിരോധമായിട്ട് എന്തെല്ലാം മനുഷ്യൻ ചെയ്താലും, ദൈവഹിതമല്ലാത്ത രീതിയിൽ എന്തെല്ലാം പണികൾ പണിതെടുത്താലും നമ്മളൊരു കാര്യം ഓർത്തോണം, അവിടെ ദൈവം ഭാഷ തിരിച്ചറിയാതിരിപ്പാൻ അവരുടെ ഭാഷ ദൈവം കലക്കി കളഞ്ഞു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ അകത്തും നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതായിരിക്കുന്ന വിഷയമെന്ന് പറയുന്നത്, ഒരു പണി നമ്മൾ പണിയുമ്പോൾ, ഹല്ലേലൂയ, അത് സഭയാകട്ടെ കുടുംബമാകട്ടെ ഏത് പണിയായാലും നമുക്കൊരു പണി ദൈവം തമ്പുരാൻ വെച്ചിട്ടുണ്ട്. ആ പണിക്കകത്ത് നാം നിൽക്കുമ്പോൾ ദൈവഹിതത്തിനനുസരിച്ചുള്ള പണികളല്ല, നമുക്ക് പേരുണ്ടാക്കാൻ വേണ്ടിയിട്ടോ നമ്മുടെ മഹത്വം വലുതാക്കി കാണിക്കുവാൻ വേണ്ടിയിട്ടോ ഏതെങ്കിലും പണികൾ നമ്മൾ ചെയ്യുന്നുണ്ട് എങ്കിൽ, പ്രിയമുള്ളവർ, നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് അത് ഒരു ശാപമായി തീരുവാനായിട്ട് ഇടയായിത്തീരും. അത് പിന്നെ വലിയൊരു പ്രശ്നം ഉളവാക്കുവാനായിട്ട് ഇടയായിത്തീരും. ദൈവം അവിടെ ഇറങ്ങി വന്ന് അത് അവരുടെ ഭാഷ കലക്കി മുന്നോട്ട് പിന്നെ പണിയുവാൻ കഴിയാത്തതുപോലെ അതവിടെ സ്റ്റക്കായി പോകുവാനായിട്ട് ഇടയായിത്തീർന്നു. അവരുടെ പിന്നെ ആ പ്ലാനുകൾ, ആ ബാബേൽ എന്ന് പറയുന്നതായിരിക്കുന്ന നമുക്കറിയാം, താഴേക്ക് വായിക്കുമ്പോൾ അതിന് ബാബേൽ, ദൈവം ഭാഷ കലക്കിയത് കൊണ്ട് അതിന് ബാബേൽ എന്ന് പേരിട്ടു. ആ ഭാഗമൊക്കെ നമ്മളെ താഴേക്ക് വായിക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ ഇവിടെ ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നതായിരിക്കുന്ന ഒരു കാര്യം, ഇന്ന് ദൈവം കാണേണ്ടതിന് ഇറങ്ങി വന്ന് ദൈവം നോക്കും. ദൈവത്തിൻ്റെ പദ്ധതിക്കനുസരിച്ചല്ല എങ്കിൽ ദൈവം അതിന് മുന്നോട്ട് പോകുവാനായിട്ട് തമ്പുരാൻ അനുവദിക്കത്തില്ല. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിലേക്ക് നമുക്കൊരു കാര്യം, ഒരു കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്. സോദോം ഗോമോറ നശിപ്പിക്കുവാനായിട്ട് ദൈവം തീരുമാനിച്ചു. അത് കഴിയുമ്പോൾ ദൈവം അബ്രഹാമിനോട് ദൈവമായിട്ടുള്ള സംസാരത്തിൽ ഒരു വാക്കിങ്ങനെ പറയുന്നുണ്ട്. ദൈവം പറയുന്നുണ്ട്, യഹോവ പറയുകയാണ്, സോദോമിൻ്റെയും ഗോമോറുടെയും നിലവിളി വലിയതും അവരുടെ പാപം അതികഠിനവുമാകുന്നു. എന്നിട്ട് കർത്താവ് പറയുക, ഞാൻ ചെന്ന് എൻ്റെ അടുക്കൽ വന്നെത്തിയ നിലവിളി പോലെ അവർ കേവലം പ്രവർത്തിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കി അറിയും എന്ന് അരുളി ചെയ്തു. അവരുടെ നിലവിളി വലുതാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ചെവിയിൽ വന്നെത്തിയ നിലവിളി പോലെ അവർ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നറിയുവാൻ വേണ്ടിയിട്ട് ദൈവം പറയാണ്, ഞാനത് നോക്കി അറിയും. കാരണം എന്താ, അവരുടെ പ്രവൃത്തികൾക്കകത്ത് അത് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടോ അല്ലേ? നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് പല കാര്യങ്ങളുമൊക്കെ പറയും, ചിലപ്പോൾ കരയും, പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ജീവിതത്തിൻ്റെ അകത്തുള്ള ആ പ്രവൃത്തി എന്താണെന്ന് കാണുവാൻ ദൈവം ഇറങ്ങി വരും. സങ്കീർത്തനത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, യഹോവ സ്വർഗത്തിൽ നിന്ന് നോക്കിയ മനുഷ്യപുത്രന്മാരൊക്കെ നോക്കുന്നു. ദൈവം സ്വന്തം സ്ഥലത്തിരുന്നു കൊണ്ട് അവിടെ ഇങ്ങനെ പറയുന്നത്, സർവ്വഭൂവാസികളെയും നോക്കിയ അവൻ അവരുടെ ഹൃദയങ്ങളെ ഒരുപോലെ മെനഞ്ഞിരിക്കുന്ന അവരുടെ പ്രവൃത്തികളെ ഒക്കെയും അവൻ ഗ്രഹിക്കുന്നു. ഞാൻ ചെയ്യുന്ന പ്രവൃത്തി ഗ്രഹിക്കുന്ന ഒരു ദൈവം, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി കാണുവാൻ നോക്കിയിരിക്കുന്ന ദൈവം, ഞാൻ എൻ്റെ കണ്ണുനീരിൻ്റെ പിന്നിലെ ഉദ്ദേശം കാണുവാൻ, എൻ്റെ കണ്ണുനീരിൻ്റെ പിന്നിലുള്ളതായിരിക്കുന്ന ആ ഒരു ഉദ്ദേശം എന്തെന്നറിഞ്ഞ് അതനുസരിച്ച് പ്രവർത്തിച്ച് എനിക്ക് നന്മ നൽകുവാൻ വേണ്ടിയിട്ട് എൻ്റെ പ്രവൃത്തി ഗ്രഹിച്ച് നോക്കിയിരിക്കുന്നതായിരിക്കുന്ന ഒരു ദൈവമുണ്ട്. കർത്താവിൻ്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്നതായിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല എന്ന് എബ്രായ ലേഖനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവൻ്റെ മുമ്പിൽ സകലതും നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത്. ഇന്ന് സകലതും കാണുന്ന ഒരു ദൈവവുമായിട്ട് എനിക്കൊരു കാര്യമുണ്ട്, ഒരു വ്യവഹാരം
വ്യവഹാരമുണ്ട്. എൻ്റെ ദൈവവുമായിട്ട് എനിക്ക് ചില കാര്യങ്ങളുണ്ട്. ആ ദൈവം എന്നെ കാണുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ദൈവം ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. യിരെമ്യാ പ്രവാചകനിലൂടെ 23-ാം അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ഞാൻ കാണാതെ വണ്ണം ആർക്കെങ്കിലും മറയത്ത് ഒളിപ്പാൻ കഴിയുമോ? 23-24 കർത്താവ് ചോദിക്കുക എന്ന് യഹോവയുടെ അരുളപ്പാട്. ദൈവത്തെ കാണാതെ വണ്ണം ആർക്കെങ്കിലും മറയത്ത് ഒളിപ്പാൻ കഴിയുമോ? കഴിയത്തില്ല. ഞാൻ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നവനായിരിക്കുന്ന ദൈവമല്ലയോ എന്ന് കർത്താവ് ചോദിക്കുക. പ്രിയമുള്ളവർ, ഈ വചനത്തിൻ്റെ മുമ്പിൽ നമുക്ക് നമ്മൾ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവഹിതത്തിനനുസരിച്ച് പണിയുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദൈവഹിതപ്രകാരം പണിതതായിരിക്കുന്ന ഒരു പണി, ദൈവം പറഞ്ഞ അളവിൽ ശലോമോൻ ഒരാലയം പണിതു. അതിനകത്ത് ദൈവമഹത്വം ഇറങ്ങി. നോഹ ഒരു പെട്ടകം പണിതു, ആ കണക്കനുസരിച്ച് പണിതു. അവിടെ കർത്താവ് ആ നോഹയെ പ്രൊട്ടക്റ്റ് ചെയ്തു. ആ പെട്ടകം അത് വലിയൊരു നമുക്ക് ഇന്നും ഒരു നിഴലായി, ക്രിസ്തുവിൻ്റെ ഒരു നിഴലായി അത് നിൽക്കുന്നുണ്ട്. അളവനുസരിച്ച് പണിയപ്പെടുമ്പോൾ ഒരു അനുഗ്രഹം അവിടെ ലഭിക്കുവാനായിട്ടിടയായിത്തീരും. ഇന്നത്തെ അളവ് കിടക്കുന്നത് എവിടെയാ? ഏതാണ് നമ്മൾ പണിയേണ്ടതായിരിക്കുന്ന അളവ് കോല് എന്ന് ചോദിച്ചാൽ, ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥകൾ അനുസരിച്ച് നമ്മുടെ ഓരോ പണികളും നടക്കുന്നു എങ്കിൽ ദൈവം അതിൽ പ്രസാദിക്കുവാനായിട്ടിടയായിത്തീരും. ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുവാനായിട്ടിടയായിത്തീരും. ഇന്ന് നമുക്ക് ഈ തിരുവചനത്തിൻ്റെ മുമ്പിൽ നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്നത്തെ ഈ വചനങ്ങളാൽ നമ്മളെ ഓരോരുത്തരെയും ശ്രേഷ്ഠമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിൻ്റെ മഹത്വത്തിനായി ഈ വചനങ്ങളെ ഞാൻ സമർപ്പിക്കുന്നു. ആമേൻ.